മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് ജയിലിൽ എത്തുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ കരുണമോളെ കുറിച്ചിട്ടാണ് എനിക്ക് സങ്കടമെന്ന് പറയുമ്പോൾ നീ ഒന്നും വിഷമിക്കേണ്ട, കരുണമോൾ ഉണ്ണിമോൻ്റെ കൂട്ടത്തിൽ തിരിച്ചു പോയി എന്ന് പറയുന്നു. അത് പോയത് എൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ അവൻ എഴുതി കൊടുത്തതിന് ശേഷമാണ് അവൻ കരുണമോളെയും കൂട്ടിക്കൊണ്ട് പോയതെന്ന് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ഇത് കേട്ട് നെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. എന്തിനാണ് അമ്മയെ ആ പണി ചെയ്തത്? ആ പിശുക്കനായ അവൻ എന്തിനാണ് അമ്മയുടെ സ്വത്ത് എഴുതി കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു മാർഗ്ഗമില്ലായിരുന്നു മോനെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും വേണ്ടിയില്ലേ, കരുണമോൾ അവൻ്റെ കൂട്ടത്തിൽ പോയില്ലേ, കരുണമോൾക്ക് ഇപ്പോൾ അവൻ്റെ തുണയാണ് വേണ്ടതെന്നല്ല മുത്തശ്ശി പറയുന്നത് കേട്ട് ആകെ നിരാശനായി തന്നെ നിൽക്കുകയാണ് നമ്മുടെ പ്രതാപൻ. ഇതിനെല്ലാം കാരണക്കാരൻ വാമദേവനാണെന്ന് മനസ്സിലാകുന്ന പ്രതാപനാണെങ്കിൽ വാമദേവനെ തള്ളിത്തെറിപ്പിക്കുകയാണ്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ അടിയുണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ട് അവിടുത്തെ വാർഡനാണെങ്കിൽ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊന്നും കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് രണ്ടുപേരും ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തമ്മിത്തല്ലി ചാകുക എന്താണ് ആയിക്കോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ രണ്ടുപേരെയും ലോക്കപ്പിലോട്ട് പിടിച്ചിടുമെന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രണ്ടുപേരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതേസമയം വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എല്ലാം നഷ്ടപ്പെടാൻ കാരണം നീയാണെന്നും എൻ്റെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം തന്നെ നിൻ്റെ അനന്തരവൻ എഴുതി കൊടുത്തിട്ടാണ് കരുണമോളെ അവൻ കൂട്ടിക്കൊണ്ടു പോയതെന്നെല്ലാം പറയുമ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട്, അതിന് നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിൻ്റെ മരുമോനിക്ക് തന്നെയല്ലേ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്തതെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഒരു പിശുക്കനാണെന്നും അവനെക്കൊണ്ട് എൻ്റെ മോൾക്ക് ഒരു കാര്യത്തിനും ഒരു ഉപകാരവും ഉണ്ടാവില്ലെന്നെല്ലാം പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരുന്നുണ്ട്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾക്ക് വരുന്നതെല്ലാം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യണമെന്നെല്ലാം വാമദേവൻ പറയുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ ദുർഗയുടെ അടുത്തോട്ട് ചെല്ലുന്നു, അടുക്കളയിലോട്ട്. അപ്പോഴേക്കും ദുർഗ അരുണെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യണ്ട, നീ അടുക്കളയിലോട്ട് വരുന്നത് തന്നെ എനിക്ക് പേടിയാണ്. നിന്നെ വിശ്വസിച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിക്കാനായിട്ട് പറ്റില്ല, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഈ വീടെല്ലാം അടിച്ചു വാരി തുടയ്ക്കാനെല്ലാം ദുർഗ പറയുന്നുണ്ട്. പിന്നീട് നിൻ്റെ കൂടെ നിന്ന ഒരു കാലമുണ്ടായിരുന്നു, അതല്ല ഇനി കഴിഞ്ഞു പോയ കാലമാണ്. ഇനി ഒരിക്കലും എൻ്റെ മകൻ്റെ കൂട്ടത്തിലോ നിൽക്കാനായിട്ട് ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഇനി കണ്ണൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും കണ്ണനെ സ്നേഹിച്ച് ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നെല്ലാം കരുണയോട് പറയുന്നത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കണ്ണന് കഴിക്കാനായിട്ട് ചോറും കറികളും എല്ലാം തന്നെ ദുർഗയാണെങ്കിൽ എടുത്തു വെക്കുന്നു. അങ്ങനെ ദുർഗ വിളമ്പി വെക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് കണ്ണനാണെങ്കിൽ അങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ഭക്ഷണങ്ങളെല്ലാം വിളമ്പിക്കൊടുക്കാൻ ഒരുങ്ങുന്ന ദുർഗ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമെല്ലാം പണ്ട് വളരെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോഴെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നീ കഴിച്ചാൽ മതി എന്ന് നിനക്ക് എന്നാലല്ലേ വിശ്വാസമാകുകയുള്ളൂ എന്നെല്ലാം പറയുന്നത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ഭക്ഷണങ്ങളെല്ലാം തന്നെ വിളമ്പിക്കൊടുക്കുന്നു കണ്ണന്. നിൻ്റെ ഭാര്യയ്ക്കും അനന്തുവിനും ലേഖയ്ക്കും ഒന്നും എന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വളരെ ആദിയാണെന്നും നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചായിരിക്കും അവർക്ക് ആദ്യം എന്ന് പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അമ്മ ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ മാറിയില്ലെങ്കിൽ അമ്മയെ ഒരു മനുഷ്യഗണത്തിൽ പെടുത്താനായിട്ട് പറ്റില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. കണ്ണന് ചോറ് വിളമ്പി കൊടുക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് തന്നെ കരുണ താഴോട്ട് വരുന്നു. അങ്ങനെ കണ്ണൻ്റെ മുന്നിൽ നിൽക്കുന്ന കരുണയെ കാണുന്നതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ കരുണ ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് വിശ്വാസമായില്ലേ? അമ്മ എന്നെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് നിനക്ക് അത്ഭുതമായിട്ടാണോ തോന്നുന്നതെന്നെല്ലാം കണ്ണൻ ചോദിക്കുന്നതായിട്ട് കരുണയാണെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് ദുർഗ പണ്ട് കണ്ണനെ നോക്കിയിരുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കണ്ണൻ ദുർഗയോട് പറയുന്നു, എനിക്ക് എൻ്റെ അമ്മ മരിച്ചു പോയെന്നൊരു തോന്നൽ പോലും ഇല്ലായിരുന്നു, അത്രയ്ക്ക് നന്നായിട്ട് തന്നെയായിരുന്നു അമ്മ എന്നെ നോക്കിയിരുന്നത്, അതുകൊണ്ട് എനിക്ക് അമ്മ നഷ്ടപ്പെട്ടെന്ന് പോലും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ അതെല്ലാം എൻ്റെ അച്ഛൻ്റെ മരണത്തോടു കൂടി തന്നെയാണ് മാറി മറിഞ്ഞതെന്നും എനിക്ക് ഇപ്പോൾ ആ ഒരു സ്നേഹം കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നും എല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ദുർഗയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണൻ്റെ മുന്നിൽ പൊട്ടിക്കരയാണ്. മോനെ, നീ എന്നോട് ക്ഷമിക്കുക, ഞാൻ നിന്നെ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല, നിൻ്റെ സ്വന്തം അമ്മയാണ് ഈ മുമ്പിൽ തന്നെ ഇരിക്കുന്നതെന്ന് നീ കരുതിക്കോളാനെല്ലാം ദുർഗ പറയുന്നത് കേട്ട് കണ്ണനും ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. ഇനി ഒരിക്കലും എൻ്റെ ആ പഴയ സ്വഭാവത്തിലോട്ടൊരു തിരിച്ചു പോക്കില്ല മോനെ, നീ എന്നെ വിശ്വസിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുമ്പസരിക്കുകയാണ് കണ്ണൻ്റെ മുന്നിൽ ദുർഗ. പിന്നീട് ജയിലിലാണെങ്കിൽ വാമദേവനും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിനയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ശത്രുക്കളെല്ലാം തന്നെ അതീവ ശക്തരായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കരുണമോളാണെങ്കിൽ ഇപ്പോൾ ഉണ്ണിയുടെ കൂടെ കമലേശ്വരത്താണ് ജീവിക്കുന്നത്. പിന്നെ പോരാത്തതിന് അമ്മയുടെ സ്വത്തുക്കളും ഉണ്ണിയുടെ പേരിൽ എഴുതി കൊടുത്തില്ലേ, അതുകൊണ്ട് ഇനി ഉണ്ണിയാണെങ്കിൽ കണ്ണനോടായിട്ട് പറഞ്ഞ് നമ്മുടെ നഷ്ടപരിഹാര തുകയെല്ലാം കുറയ്ക്കുമായിരിക്കും, അങ്ങനെയെങ്കിലും നമുക്ക് അത് കൊടുക്കാതെ രക്ഷപ്പെടാമെന്ന് പ്രതാപനാണെങ്കിൽ ഇങ്ങനെ വാമദേവനോടായിട്ട് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അതെല്ലാം നടപ്പിലായെങ്കിലല്ലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ആ തുകയെല്ലാം അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുക തന്നെ ചെയ്യണം, എന്താണെങ്കിലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നെല്ലാം വാമദേവനാണെങ്കിൽ പറയുന്നുണ്ട്.
കരുണയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഇനി അച്ഛൻ്റെ നഷ്ടപരിഹാര തുകയ്ക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ ഉണ്ണിയേട്ട, ആ കാര്യമെല്ലാം കണ്ണേട്ടനോടായിട്ട് പറയണമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ആ കാര്യം ഞാൻ കണ്ണേട്ടനോട് പറയില്ല. ആ കാര്യത്തിൽ ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ തന്നെയാണ്. നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ട് തന്നെ ഞാൻ നടക്കുകയുള്ളൂ. അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് നീ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നെല്ലാം പറയുമ്പോഴേക്കും കരുണയാണെങ്കിൽ ആകെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി പോകുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.